കേരളം മുഴുവൻ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിന്റെ ശീലുകൾ മുഴങ്ങുമ്പോൾ അല്പം വേറിട്ടൊരു രാമായണ പാരായണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പത്തനംതിട്ടയിലെ നിരണം തൃക്കപാലീശ്വരം ക്ഷേത്രം. കണ്ണശ പണിക്കന്മാർ രചിച്ച കണ്ണശ രാമായണത്തിന്റെ മന്ത്രധ്വനികളാണ് ഇവിടെ ഓരോ കർക്കിടക മാസത്തിലും ഉയർന്നു കേൾക്കുന്നത്. കേവലം മിക്ക ഭൂതങ്ങളെ പടച്ചും അഴിച്ചും നീയെ കേടുവരുത്തിയൊക്കെ വരട്ടി വർഷമിയേറ്റുപോൻ മറ്റാവി നശിച്ച പോലുറങ്ങിன்றവർക്കുണർ വൈക്കൊടുപ്പോൻ ആദിപുരാണനെ കരുണാകരായ നമോ നമസ്തേ. ഇമയില്ലാതെ വേദങ്ങളോടും കർമ്മഫലങ്ങളും നീ വേറില്ലയായൊണ്ടു നിന്നെ ഒഴിഞ്ഞ് അനത്തിലും ആത്മഭാവം മേവിയ സത്യനിത്യ സുഖാത്മാത്മകമായ നമോ നമസ്തേ. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന് മുമ്പേ ആദ്യമായി ഒരു സമ്പൂർണ്ണ രാമായണം മലയാളത്തിലുണ്ടായത് കണ്ണച്ച കവികളെന്നും നിരണം കവികളെന്നും അറിയപ്പെടുന്ന നിരണത്ത് രാമപ്പണിക്കരുടേതാണ്. വാൽമീകി രാമായണത്തെ ഉപജീവിച്ചെഴുതിയ കണ്ണച്ച രാമായണം മൗലികമായ ചിന്തകൾ കൊണ്ടും ഭാഷയുടെ തനിമ കൊണ്ടും ശ്രദ്ധേയമാണ്. കഥാഘടന, പ്രതിപാദന ശൈലി, രസാവിഷ്കാരം തുടങ്ങിയ തലങ്ങളിലെല്ലാം മൂല്യകാവ്യ സ്വരൂപത്തെ ഔചിത്യപൂർവ്വം നിലനിർത്തി വാൽമീകി രാമായണത്തെ രാമപ്പണിക്കർ കാച്ചിക്കുറുക്കി. മലയാളികളുടെ ആദിമബോധത്തിൽ എവിടെയോ മൺമറഞ്ഞു കിടന്ന പ്രാക്തന സ്മൃതിയെ സ്വന്തമായ ഭാഷാശൈലി കൊണ്ട് ഒപ്പിയെടുക്കുകയായിരുന്നു നിരണം കവികൾ. കവിയുടെ ജീവിതത്തിലും സാഹിത്യത്തിലും ഏറ്റവുമധികം സ്വാധീനിച്ച നിരണം തൃക്കപാലീശ്വരം ക്ഷേത്രത്തിൽ കർക്കിടക രാവുകളെയും പകലുകളെയും ഭക്തിസാന്ദ്രമാക്കുന്നത് കണ്ണശ രാമായണത്തിന്റെ ശീലുകളാണ്. വാൽമീകി രാമായണത്തിൽ നിന്ന് ആദ്യമായി മലയാളത്തിലേക്ക് രാമായണം തർജിമ ചെയ്യപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വെച്ചാണ്. കണ്ണശ കവികളിൽ രാമപ്പണിക്കരാണ് ഈ രാമായണ തർജിമ ചെയ്യുന്നത്. രാമപ്പണിക്കരുടേതായിട്ടുള്ള ഒരു പ്രത്യേക പാട്ട് പ്രസ്ഥാനത്തിന്റെ അല്ലെ പാട്ട് ശൈലിയിലേക്കാണ് തർജിമ ചെയ്യപ്പെട്ടത്. രാമായണം സമഗ്രമായി അദ്ദേഹം ഉൾക്കൊണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാവന, കഥാസാരം അല്ലെങ്കിൽ അതിൻ്റെ വേദാന്തം അതിൽ തൊട്ടിട്ടില്ല. അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്യമത്തോടു കൂടിയിട്ട് മറ്റൊരു വലിയ സംഭവം ഇവിടെ നടന്നത് മലയാള ഭാഷ അതോടുകൂടി ഗതിമാറി ഉണ്ടാകുകയാണ്. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂരി സാർ പറഞ്ഞത് മലയാള ഭാഷയുടെ ഈറ്റില്ലം തന്നെയാണ് ഈ ക്ഷേത്രമുറ്റെന്നാണ്. കാരണം ഭാഷ എന്ന് പറയുന്നത് ഒരു പുതിയ ഭാഷ ഉണ്ടാകുകയാണ്. അതായത് ആദി ദ്രാവിഡ ഭാഷയും സംസ്കൃതവുമായി ചേർത്ത് വെച്ച ഒരു പുതിയ ഭാഷാ സമ്പ്രദായം. ആ ഭാഷാ സമ്പ്രദായം കൂടുതൽ സംസ്കൃതവും കൂടി ചേർത്തിട്ടാണ് എഴുത്തച്ഛൻ ഇന്ന് കാണുന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. ഉള്ളൂര്, അതുപോലെ തന്നെ പുതുശ്ശേരി രാമേന്ദ്ര സാറ്, ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ മലയാള ഭാഷ ഈ എഴുത്തച്ഛൻ പിന്തുടരുന്നത്, ആ ശൈലി പിന്തുടരുന്നത് രാമപ്പണിക്കരെയാണെന്നാണ്. കാരണം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൻ്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്ന രാമനാം ആചാര്യൻ സാക്ഷാൽ കണ്ണശ രാമപ്പണിക്കരാണെന്നാണ്. എഴുത്തച്ഛൻ ഇവിടെ ശിവരാത്രി ദിവസം വന്നിട്ടുള്ളതായിട്ടും കഥയുണ്ട്. അപ്പം ഏതായാലും അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ, പ്രകൃതി വർണ്ണനകളും സീതയും രാമനും കൂടെ കാണുന്ന കാനന വർണ്ണനയിലൊക്കെ തന്നെയും ആ വർണ്ണന അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലുള്ളത് കൊണ്ട് നിസ്സംശയം നമുക്ക് പറയാം എഴുത്തച്ഛൻ പിന്തുടരുന്നത് കണ്ണശനെയാണ്. കണ്ണശ രാമായണമാണ് ഈ ക്ഷേത്രത്തിൽ കർക്കിടക മാസം വായിക്കുന്നത്. കണ്ണശ രാമായണം വായിക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് നമ്മുടെ പരിസരത്തുണ്ട്. ഇവിടെ വീടുകളിലും എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അത് താളിയോലയിൽ നിന്ന് അത് ശ്രമഫലമായിട്ട് അത് പുസ്തക രൂപത്തിൽ തന്നെ വിവരണങ്ങളോടുകൂടി ആ കണ്ണശ രാമായണമാണ് ഈ ക്ഷേത്രത്തിൽ വായിക്കുന്നത്. എഴുത്തച്ഛൻ എഴുതിയ ശുദ്ധ മലയാളത്തിൽ നിന്നും വ്യത്യസ്തമായി തമിഴ് കലർന്ന ആദിമ മലയാളത്തിലാണ് കണ്ണശ രാമായണം രചിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ ശ്രീരാമനെ അവതാര പുരുഷനായി വാഴ്ത്തുമ്പോൾ കണ്ണശ കവികൾ ശ്രീരാമനെ രാജകുമാരനായാണ് അവതരിപ്പിക്കുന്നത്. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.